ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. പ്ലസ് ടു ഇക്കണോമിക്സിലെ നമ്മൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. 8 മാർക്ക് ഷുവർ പ്രോബ്ലംസ് ചാപ്റ്റർ വൈസ് A+ ക്വസ്റ്റ്യൻസ് ഇടാൻ പറയുന്നുണ്ട് സ്റ്റുഡൻസ്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഓരോ പാഠത്തിൽ നിന്നും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കേണ്ട A+ ക്വസ്റ്റ്യൻസ് അടക്കം എല്ലാ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻസ് മിസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, കാണാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 10 ക്വസ്റ്റ്യൻസ്. ഈ 10 ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്. ഷുവർ എന്ന് പറയുമ്പോൾ മേ ബി 3 മാർക്കിനാവാം, മേ ബി 5 മാർക്കിനാവാം, മേ ബി 2 മാർക്സിനാവാം, മേ ബി 8 മാർക്കിന് വരെ ആവാം. 8 മാർക്കിൻ്റെ മേ ബി ചാൻസ് ഉള്ളൂ. ബാക്കി ഈ 3 മാർക്ക്, 2 മാർക്ക്, 5 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഷുവർ 10 ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. 10 ചോദ്യം നമ്മൾ ആദ്യം പറഞ്ഞു പോകും, എന്നിട്ട് നമ്മൾ ഓരോന്നും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് മിസ് ഹാൻഡ് റിട്ടൺ നോട്ടായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് മുന്നത്തെ ചാനലുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഓക്കെ എവ്രി വൺ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി. മൈക്രോ അല്ലെ ഫസ്റ്റ് ചാപ്റ്റർ. സെൻട്രൽ പ്രോബ്ലംസ് നമുക്ക് 3 മാർക്കിനാണ് കേട്ടോ ചോദിക്കാറുള്ളത്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, മോഡൽ എക്സാം, ഫൈനൽ എക്സാം, ഫെയിൽ എക്സാം, റിപ്പീറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ, സിമ്പിൾ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാം. അതേപോലെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിന്റെ എമർജൻസ് 4 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ മിസ് ഇപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് പറഞ്ഞു തരാം. ദെൻ ലിക്വിഡിറ്റി ട്രാപ്പ് വരയ്ക്കുക, അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്താണെന്ന് എഴുതാനായിട്ട് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ, ഇത് ഒരുപാട് പേർക്ക് തെറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ, അതുപോലെ ടൂൾസ് ഓഫ് മണി ക്രിയേഷൻ ഓഫ് RBI, രണ്ടും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എഴുതുന്നത് M1, M2, M3, M4 ആണ്. അല്ലാതെ ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ ടൂൾസ് അല്ല. ഇത് നമുക്ക് 4 മാർക്ക്. ഇതിൽ ഏതാ ബ്രോഡ് മണി, ഏതാ ലീസ്റ്റ് മണി, മോസ്റ്റ് ലിക്വിഡ് ഏതാ, ലീസ്റ്റ് ലിക്വിഡ് ഏതാ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഡിറ്റർമിനൻസ് ഓഫ് ഫേം സപ്ലൈ, ഒരു സപ്ലൈയുടെ ഡിറ്റർമിനൻസ് ഏതൊക്കെയാണ്, 3 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തത് ഷട്ട് ഡൗൺ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, വരയ്ക്കുക. അതായത് നമുക്ക് വരയ്ക്കാൻ വരാം ഷോർട്ട് റൺ എങ്ങനെയാണെന്നൊക്കെയാണ് വരയ്ക്കാൻ വരാം. പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് എന്താണെന്നുള്ളതല്ല, ഡിഫറൻസ്. നമ്മൾ ഡിഫറൻസ് എഴുതുമ്പോൾ 2 കോളം വൈസ് ആയിട്ട് വേണം ഡിഫറൻസ് എഴുതാനായിട്ട്. അത് 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഡിറ്റർമിനൻസ്, അതായത് 3 രീതിയിൽ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഫ്ലെക്സിബിൾ, ഫിക്സ്ഡ്, മാനേജർ, ഫ്ലോട്ടിംഗ്. അത് 3 ആണ് അവിടെ എഴുതേണ്ടത്. BOT ആൻഡ് BOP തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ഗവൺമെന്റിന്റെ ഫംഗ്ഷൻസ് ചോദിക്കാറുണ്ട്. 3 ലിങ്കേജസ് ഇൻ എൻ ഓപ്പൺ ഇക്കോണമി. 11 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഇത് മിസ് ഈ ഗവൺമെന്റ് ഫംഗ്ഷൻ ഇട്ടപ്പോൾ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതാണ്. കാരണം നമുക്കത് ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഇതിൽ നിന്നൊരു 5-6 ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് കാണും. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും എന്താണ്, എങ്ങനെയാണ് ഏതാന്ന് പറഞ്ഞുതരാം. നമുക്ക് നോക്കാം. ഫങ്ഷൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെന്റ് 3 മാർക്കിന് ചോദിക്കുന്നതാണ് അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 3 ഫങ്ഷൻസ് ആണുള്ളത്. അലോക്കേറ്റീവ് ഫംഗ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. ഇതിൽ എന്താ എഴുതാം, ഷോർട്ടായിട്ട് സിമ്പിളായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. അലോക്കേറ്റീവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ മേക്കിംഗ് അവൈലബിൾ ടു ഓൾ പബ്ലിക് ഗുഡ്സ് എന്ന് വെച്ചാൽ എല്ലാ പബ്ലിക് ഗുഡ്സും നമ്മുടെ പബ്ലിക്സിനെ അവൈലബിൾ ആക്കി കൊടുക്കുക. അതിനാണ് അലോക്കേറ്റീവ് ഫംഗ്ഷൻസ്. പബ്ലിക് ഗുഡ്സ് എന്ന് വെച്ചാൽ എല്ലാ ഗുഡ്സും നമ്മൾ ഈക്വൽ ആയിട്ട് സപ്ലൈ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന്റെ ഈ ഒരു ഫംഗ്ഷനാണ് നമ്മൾ അലോക്കേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇവിടെ പബ്ലിക് ഗുഡ്സിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. പബ്ലിക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ റോഡ്, പാർക്ക്, ലൈറ്റ്, ഡിഫൻസ്, മിലിറ്ററി ഏതും ആവട്ടെ. അപ്പൊ ഈ പബ്ലിക് ഗുഡ്സ് ഈക്വൽ ആയിട്ട് എല്ലാവർക്കും എത്തിക്കുന്നതിനാണ് നമ്മൾ അലോക്കേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗവൺമെന്റ് മേക്ക് ആക്ടിവിറ്റീസ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ഇനീക്വാളിറ്റി ഇൻ ഇൻകം ആൻഡ് വെൽത്ത്. അതായത് നമ്മുടെ ഇനീക്വാളിറ്റീസ്, ഇൻകത്തിലും വെൽത്തിലുള്ള ഇനീക്വാളിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണത്? ഹൈ ടാക്സ് ഓൺ റിച്ച്,
അതായത് റിച്ചസ്റ്റ് പീപ്പിളിന് നല്ല ടാക്സ് വാങ്ങാം, ലോവസ്റ്റ് ആൾക്കാർക്കൊക്കെ ടാക്സ് പ്രൊപ്പോർഷനായിട്ട് വാങ്ങാം. അങ്ങനെ എല്ലാവർക്കും ഇടയിൽ ഈക്വൽ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്യുന്ന കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ? മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി, ഇക്കണോമിക് സ്റ്റെബിലിറ്റി, ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി എന്നതൊക്കെ മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ടു മെയിൻറ്റെയിൻ സ്റ്റേബിൾ. അതായത് നമ്മുടെ ഇക്കണോമിയിൽ ഓരോ ഫ്ലക്ച്വേഷൻസ് വരാം. ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ആണ് നമ്മുടെ ഇക്കോണമിയെ സ്റ്റേബിളായി നിർത്തുന്നത്. ആ സ്റ്റേബിളായി നിർത്തുമ്പോൾ ഗവൺമെന്റ് എന്തൊക്കെയാണ് ചെയ്യുക? പ്രൈസ് സ്റ്റെബിലിറ്റി, ഇക്കണോമിക് സ്റ്റെബിലിറ്റി, ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി ഒക്കെ അപ്പോഴാണ് ഗവൺമെന്റ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം 3 ഫംഗ്ഷൻസ് ഇങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വണ്ണാണ് 3 ലിങ്കേജസ് ഇൻ ഓപ്പൺ ഇക്കോണമി. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3 ലിങ്കേജസ് ഇൻ ഓപ്പൺ ഇക്കോണമി. ഓപ്പൺ ഇക്കോണമി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ കൺട്രിയും വേറൊരു കൺട്രിയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ. ആ ഒരു കണക്ഷനിൽ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ അവരുടെ ലിങ്ക് ആവുന്നത്? 3 രീതിയിലാണ് പറയുന്നത്. പ്രോഡക്റ്റ് മാർക്കറ്റ് ലിങ്കേജ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ് ആൻഡ് ഫാക്ടർ മാർക്കറ്റ് ലിങ്കേജ്. 3 തരത്തിലാണുള്ളത്. ഇതിലെ പ്രോഡക്റ്റ് മാർക്കറ്റ് ലിങ്കേജ് എന്ന് വെച്ചാൽ എന്താ? കൺസ്യൂമർ കൺ ബൈ പ്രോഡക്റ്റ് ഓൺ ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ. ഇറ്റ് ഈസ് എൻറിച്ച്ഡ് വിത്ത് ഗുഡ്സ് ഇമ്പോർട്ടഡ് ഫ്രം എബ്രോഡ്. അതായത് എന്താ? നമുക്ക് ഗുഡ്സുകൾ വാങ്ങാനുള്ളതെങ്കിൽ നമ്മൾ എബ്രോഡിൽ നിന്ന് ഗുഡ്സ് ഇങ്ങോട്ട് വാങ്ങുന്നു, ഇവിടെ നമ്മൾ ഗുഡ്സ് അങ്ങോട്ട് അയക്കുന്നു. സോ ഇൻ ദ ഫോം ഓഫ് പ്രോഡക്റ്റ് വി ആർ ലിങ്ക് അല്ലേ. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ് എന്ന് വെച്ചാൽ എന്താ? ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ചൂസ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ഫോറിൻ അസറ്റ് അല്ലെ. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് ഫോറിൻ അസറ്റുകൾ എടുക്കാം. അതായത് കറൻസി കൺവേർട്ടബിൾ ചെയ്യാം, ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്, ബോണ്ട്, ഷെയർസ് അതൊക്കെ നമുക്ക് ഫോറിൻ രാജ്യത്ത് നിന്ന് വാങ്ങാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഫാക്ടർ മാർക്കറ്റ്. ഫാക്ടർ മാർക്കറ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ലേബർ ഫ്രം അബ്രോഡ് ആൻഡ് ടു അബ്രോഡ്. അതായത് ഫ്രം അബ്രോഡും ടു അബ്രോഡും. ഇവിടുന്ന് ഒരുപാട് പേര് ഫ്രീ മൂവ്മെന്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് റിഡക്ഷൻ. നമ്മൾ ഇവിടുന്ന് കുറേ പേര് ജോലിക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്, അവിടുന്ന് കുറേ പേര് ജോലിക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ ഇൻ ദ ഫോം ഓഫ് ഫാക്ടർ മാർക്കറ്റ്, അതായത് ലേബർ മാർക്കറ്റ് നമ്മൾ കണക്ഷൻ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് 3 ലിങ്കേജ്? പ്രൊഡക്ഷൻ മാർക്കറ്റ്, ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് ഫാക്ടർ മാർക്കറ്റ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതായിരുന്നു BOT ആൻഡ് BOP. BOT ആൻഡ് BOPയുടെ ഫുൾ ഫോം പഠിക്കാം. ബാലൻസ് ഓഫ് പേയ്മെന്റ്, ബാലൻസ് ഓഫ് ട്രേഡ്. ഇതിന്റെ ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിച്ചത്. ഡിഫറൻസിന് മുന്നേ എന്താണ് BOT എന്ന് അറിയണ്ടേ? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ BOT എന്ന് വെച്ചാൽ മെർക്കൻഡൈസ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഐറ്റംസ്, വിസിബിൾ ഐറ്റംസ് ലൈക്ക് ഗുഡ്സ്, മെഷീൻ, അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്, ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് അയക്കാം, ഇങ്ങോട്ട് അയക്കാം. അപ്പൊ വിസിബിൾ എക്സ്പോർട്ടും വിസിബിൾ ഇമ്പോർട്ടും ആണ് നമുക്ക് BOTയിൽ ഉണ്ടാവുക. ഇറ്റ് മീൻസ് സർവീസസ് ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡ്. നമ്മൾ സർവീസസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇവിടെ കൺട്രിയുടെ വിസിബിൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് മാത്രമാണ് ഉണ്ടാവുന്നത്. ഇതിൽ കൂടുതൽ ഉണ്ടാവാം. എക്സ്പോർട്ട് കൂടുതലായ ട്രേഡ് സപ്ലൈയും ഇമ്പോർട്ട് കൂടുതലായ ട്രേഡ് ഡെഫിസിറ്റ് ആണ്. ഇനി അപ്പൊ എന്തായിരിക്കും BOP എന്ന് പറയുന്നത്? BOP എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ്. ഇവിടെ ഒരു ഒന്നുകൂടി വലിയൊരു കൺസെപ്റ്റ് ആണ്. ഇവിടെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. അതായത് വിസിബിളും ഇൻവിസിബിളും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു 4 മാർക്ക് ഡിഫറൻസ്. ഇതേപോലെ നമ്മൾ ഒരു കോളം വൈസ് ഒക്കെ വരച്ച് 2 സെക്ഷനായിട്ട് വേണം എഴുതാനായിട്ട്. BOT എന്ന് പറഞ്ഞാൽ മെർക്കൻഡൈസ് ട്രാൻസാക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസ് ട്രാൻസാക്ഷൻസ്. ഇത് നാരോ കൺസെപ്റ്റ് ആണ്, വൈഡർ കൺസെപ്റ്റ് ആണ്. ഇറ്റ് ഈസ് ഓൺലി എ പാർട്ട് ഓഫ് BOP. ഇത് ഇൻക്ലൂഡ് BOT അല്ലെ. BOT ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ ഒരു പാർട്ടാണ് BOT. ഇറ്റ് മേ ബി ഫേവറബിൾ ഓർ അൺഫേവറബിൾ ഓർ ഇക്വിലിബ്രിയം. നമുക്ക് മേ ബി എക്സ്പോർട്ട് സർപ്ലസ് ആവാം, ഡെഫിസിറ്റ് ആവാം, ഈക്വൽ ആവാം. ഇവിടെ ഓൾ മീൻസ് റിമെയിൻ ബാലൻസ്. BOP എന്ന് പറയുന്നത് എപ്പോഴും ബാലൻസ് ആയിരിക്കണം. ഓക്കെ, ദെൻ BOT എന്താണ്? വിസിബിൾ എക്സ്പോർട്ട് മൈനസ് വിസിബിൾ ഇമ്പോർട്ട്. ഇവിടെ എല്ലാ ട്രാൻസാക്ഷനും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിന് തന്നെ നിങ്ങളൊരു 4 പോയിന്റ് ആക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതാം. സെപ്പറേറ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ അതേപോലെ മിസ് ഫസ്റ്റ് കാണിച്ചെന്ന പോലെ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്ത നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇതും നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നാണ്. നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം? 3 മെത്തേഡുകളാണുള്ളത്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. എന്താണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദി എക്സ്ചേഞ്ച് മാർക്കറ്റ്. മാർക്കറ്റിൽ സപ്ലൈയും ഡിമാൻഡും അനുസരിച്ചിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സെൻട്രൽ ബാങ്ക് ഡസ് നോട്ട് ഇന്റർഫിയർ ടു ഡിറ്റർമിൻ ദ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. ഇവിടെ ആർക്ക് റോളില്ല? സെൻട്രൽ ബാങ്കിന് റോളില്ല. ഈ 3 പോയിന്റ് ഈ ഒരു ഫിഗർ അവിടെ ഷുവറായിട്ട് വരച്ചു വയ്ക്കാം.
ഓക്കെ, ഫ്ലെക്സിബിൾ എന്താ പറഞ്ഞത്? ഫോഴ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈഡ് അനുസരിച്ചിട്ടാണ് ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം നോക്കുന്നത്. ഇവിടെ സെൻട്രൽ ബാങ്കിന് അതായത് RBIക്ക് റോളില്ല. അടുത്തത് ഇവിടെ ഈ ഒരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് കറൻസിയുടെ വാല്യൂ ഇൻക്രീസ് ആവാം, ഡിക്രീസ് ആവാം, ഓട്ടോമാറ്റിക്കലി അത് ആവുന്നതാണ്. അപ്പോൾ ആ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലെ കറൻസിയുടെ വാല്യൂ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ടേം വിളിക്കും കറൻസി അപ്രീസിയേഷൻ. എവിടെ? ഫ്ലെക്സിബിളിൽ കേട്ടോ. ഡിക്രീസ് ചെയ്താൽ നമ്മളതിന് വിളിക്കുന്ന പേര് കറൻസി ഡിപ്രീസിയേഷൻ. ഇത് എവിടെ വരുന്നത്? ഫ്ലെക്സിബിളിൽ കേട്ടോ. ഫ്ലെക്സിബിളിലെ കറൻസിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറൻസി അപ്രീസിയേഷൻ എന്നും ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറൻസി ഡിപ്രീസിയേഷൻ എന്നും വിളിക്കും. നമുക്ക് എക്സാമ്പിൾ അതായത് ഡിഫറൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്, എന്താണ് കറൻസി അപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ. അപ്പോൾ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് സിസ്റ്റത്തിലാണ് ഇവർക്ക് ഈ വാല്യൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫിക്സഡിലെ ഇതിന്റെ പേര് വേറെയാണ്. ഫിക്സഡ് സിസ്റ്റത്തിൽ എന്താ? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഹിയർ ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഫിക്സഡ് ബൈ ദ ഗവൺമെന്റ് ഓർ RBI. ഇവിടെ സെൻട്രൽ ബാങ്കിന് അല്ലെങ്കിൽ ഗവൺമെന്റിനാണ് ഫുൾ കൺട്രോൾ. ദ ചേഞ്ചസ് occur in exchange rate due to deliberate intervention of government. അതായത് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ, ഇടപെടൽ മൂലമാണ് ഇവിടെ എക്സ്ചേഞ്ച് റേറ്റിന് ഡിഫറൻസ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഫിഗർ കണ്ടോ, ഡിഫറെന്റ് ആയി. കാരണം ഇതിനൊരു അപ്പർ ലിമിറ്റും ഒരു ലോവർ ലിമിറ്റും ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ഇടയിലാണ് എക്സ്ചേഞ്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കുക. സോ ഈ ഒരു ഫിഗർ ഇവിടെ വരയ്ക്കാം. ഇവിടെയും നമുക്ക് മേ ബി കറൻസിയുടെ വാല്യൂ കൂടാം, കറൻസിയുടെ വാല്യൂ കുറയാം. ഇവിടെ ഇതിന്റെ ടേം വേറെയാണ്. ഇവിടെ കറൻസിയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും റീവാലുവേഷൻ കൂടിക്കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഡീവാലുവേഷൻ. ഈ നോട്ടൊക്കെ നമ്മുടെ ക്രാഷ് ബാച്ചിലെ കുട്ടികളുടെയാണ്. മിസ് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിരുന്നു. നമ്മുടെ ബാച്ചിലെ കുട്ടികളുടെയാണ്. അവരുടെ കയ്യിൽ ഈ നോട്ട് ഓൾറെഡി ഉണ്ടായിരിക്കും. സോ അവർ ആ നോട്ട് വെച്ച് പഠിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്താ? ഡിക്രീസിങ്. ഇത് ഫിക്സഡിലാണ്. അതായത് ഫ്ലെക്സിബിളിലെ നമ്മൾ ഇതിനൊരു പേര് പറഞ്ഞു, കറൻസി അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും. ഫിക്സഡിലെ ഇവിടെ ഫിക്സഡ് എക്സ്ചേഞ്ച് സിസ്റ്റം പ്രകാരം എങ്ങനെയാണ് കറൻസിയുടെ വാല്യൂ കൂടുന്നത് കുറയുന്നത്, അതിന് നമ്മൾ വിളിക്കുന്ന പേര് റീവാലുവേഷൻ, ഡീവാലുവേഷൻ. എക്സാമിന് ചിലപ്പോൾ ചോദിക്കേ റീവാലുവേഷനും കറൻസി അപ്രീസിയേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ കിട്ടണം? അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്, റീവാലുവേഷൻ വരുന്ന ടേമോ ഫിക്സഡിൽ വരുന്നതാണ്. അപ്പൊ ഇതിനോട് കണക്ട് ചെയ്തിരുന്ന് ഇതും പഠിച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയി പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ഷുവർ ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടിന്റെ ഒരു മിക്സഡ് ഫോമാറ്റ് ആണ് മാനേജർ ഫ്ലോട്ടിംഗ്. ഇവിടെ ഒരു മിക്സ്ചർ ഓഫ് ഫ്ലെക്സിബിൾ ആൻഡ് ഫിക്സഡ് സിസ്റ്റം ആണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡേർട്ടി ഫ്ലോട്ടിംഗ്. ആൻഡ് ദി സിസ്റ്റം എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഫിക്സഡ് ബൈ മാർക്കറ്റ് ഫോഴ്സസ് ബട്ട് ഇറ്റ് വിൽ ബി കൺട്രോൾഡ് വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ഗവൺമെന്റ്. അതായത് മാർക്കറ്റ് തന്നെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെങ്കിലും ഇവിടെ ഗവൺമെന്റിന് ലിമിറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിട്ടാണ് നമ്മൾ മാനേജർ ഫ്ലോട്ടിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫിക്സഡ്, ഫ്ലെക്സിബിൾ, അതുപോലെ തന്നെ മാനേജർ ഫ്ലോട്ടിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ദിവസം നമ്മൾ പറഞ്ഞത് ഷട്ട് ഡൗൺ പോയിന്റ് എന്താണെന്ന് ഏതാണായിരുന്നു. അതായത് ഷട്ട് ഡൗൺ പോയിന്റ് എന്താണ് എക്സ്പ്ലനേഷൻ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് ചെയ്തിട്ട് ഇമ്പോർട്ടൻസ് വന്നതുപോലൊക്കെ ഒന്ന് വരച്ച് വെക്കുക കേട്ടോ. എന്താ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് എ ഫേം സ്റ്റോപ്പ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ആൻഡ് ലീവ് ദ മാർക്കറ്റ്. ഈ ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ ഫേം പ്രൊഡക്ഷൻ നിർത്തി വെച്ചിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുക. ഷുഡ് ഗെറ്റ് എ മിനിമം പ്രൈസ് ടു മീറ്റ് ദ ABC. അതായത് ആ ഫേമിന് മിനിമം പോയിന്റിന്റെ ABC കർവിന്റെ മിനിമം പോയിന്റ് എങ്കിലും പ്രൊഡക്ഷൻ കിട്ടിയിരിക്കണം. ഇഫ് ദ ഫേം cannot beat ABC, it has to stop the production and shut down the firm. ഷട്ട് ഡൗൺ ചെയ്യാന്ന് വെച്ചാൽ അടച്ചു പൂട്ടുക. ഷട്ട് ഡൗൺ ചെയ്യാതെ നമ്മൾ ലാപ്ടോപ്പൊക്കെ സിസ്റ്റം ഒക്കെ ഷട്ട് ഡൗൺ ചെയ്യുന്നത് പോലെ നമ്മൾ ഫേം ഷട്ട് ഡൗൺ ചെയ്യാം. സോ ദ മിനിമം പോയിന്റ് ഓഫ് ABC is called ഷട്ട് ഡൗൺ പോയിന്റ്. ലോങ് റണ്ണിലാണെങ്കിൽ LRAC കർവാണ് മിനിമം പോയിന്റ്. ഇത് വരയ്ക്കാനായിട്ട് അറിയണം കേട്ടോ, വെറുതെ എഴുതിയാൽ മാത്രം പോരാ. എങ്ങനെയാണ് ABC കർവ്? നമ്മൾ ആദ്യം പ്രൈസ് ലൈന്, അതുപോലെ തന്നെ SMC, ABC വരയ്ക്കുക. അപ്പോൾ ഈ പോയിന്റ് ആണ് ABC കർവ് ഷട്ട് ഡൗൺ പോയിന്റിൽ. ലോങ് റണ്ണിലാണെങ്കിലോ LRAC കർവിൻ്റെ മിനിമം പോയിന്റ്. അപ്പോൾ എന്താണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് വെച്ചാൽ ഈ പോയിന്റ് വൈസ് എഴുതി വെച്ചെടുക്കുക, ഈ ഒരു ഫിഗർ കൂടി വെച്ചെടുക്കാം. ഓക്കെ, ദെൻ അടുത്ത ദിവസത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ഒന്നായിരുന്നു സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി. അതായത് 3 മാർക്കിൽ നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇക്കോണമിയിൽ സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഹും ടു പ്രൊഡ്യൂസ്. എന്ത്, എത്ര നിർമ്മിക്കണം, എങ്ങനെ നിർമ്മിക്കണം, ആർക്ക് നിർമ്മിക്കണം. അപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസിൽ നമ്മൾ എഴുതുന്നത് വാട്ട് ടൈപ്പ് ഓഫ് ഗുഡ്സ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി ടു ബി പ്രൊഡ്യൂസ്ഡ്. അത് ലക്ഷറി ഗുഡ് വേണോ, ഫുഡ് ഐറ്റംസ് വേണോ, നെസസിറ്റി ഐറ്റംസ് വേണോ. രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ്. ഹൗ ടു പ്രൊഡ്യൂസിൽ
ഏത് ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യണം, ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി വേണോ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി വേണോ. മൂന്നാമത്തതിൽ ഹോം ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ എഴുതുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഫാക്ടർ പേയ്മെൻറ്റുകളാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഓർഗനൈസേഷനും അവർ കിട്ടുന്ന വരുമാനം. ലാൻഡിന് റെൻ്റാണ്, ലേബറിന് വേജസ് ആണ്, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ആണ്, ഓർഗനൈസേഷന് പ്രോഫിറ്റ് ആണ്. അപ്പോൾ അത് ഇത്രയും ഒന്ന് എക്സ്പ്ലനേഷൻ ചെയ്ത് കൊടുക്കാം. ദെൻ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. എങ്ങനെയാണ് മാക്രോ എക്കണോമിക്സിൻ്റെ ആവിർഭാവം? എമർജൻസ് അത് ഷോർട്ടായിട്ടാണ് മിസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്കൊക്കെ കിട്ടും, ഒരിക്കലും കിട്ടാതിരിക്കുന്നില്ല. ഇതിനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ എക്സ്പ്ലനേഷൻ കൊടുത്ത് വേണമെങ്കിൽ എഴുതാം. അതായത് ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഈസ് 1930 ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ വന്നു. അവിടെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആണ് ഉണ്ടായത്, ബാങ്കേഴ്സ് ഫെയിലായി, ഡ്രൗട്ട് വന്നു, പർച്ചേസസ് എല്ലാം റെഡ്യൂസ് ആയി. അങ്ങനെ ഒരുപാട് ഗ്രേറ്റ് ഡിപ്രഷൻ വന്നപ്പോൾ അമേരിക്കൻ ഫാമിലീസിനെ ചലഞ്ച് ചെയ്തു. മില്യൺസ് ഓഫ് ഫാമിലീസ് ലോസ് ദെയർ സേവിങ്സ് ആൻഡ് ന്യൂമറസ് ബാങ്ക്സ് കൊളാപ്സ്ഡ്. അപ്പം USA ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായത്. അപ്പം ഇത്രയും ഇഷ്യൂസ് വന്നപ്പോൾ പിന്നീട് അത് എല്ലാ രാജ്യത്തിലേക്കും വ്യാപിച്ചു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ക്ലാസിക്കൽ തിങ്കേഴ്സ് ആയിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്നത് ക്ലാസിക്കൽ തിങ്കേഴ്സ് ആയിരുന്നു. അവർക്ക് ഇതിനുള്ള മറുപടി കൊടുക്കാൻ പറ്റില്ല. അവർ ഫുൾ എംപ്ലോയ്മെന്റ് തിയറിയിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. അതായത് എല്ലാവർക്കും വരുമാനം ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ ക്രൈസിസ് ഉണ്ടാവില്ല, പിന്നെ ഒരു കൺട്രിയിൽ ബാധിച്ചത് ഒരിക്കലും എല്ലാവർക്കും പരക്കില്ല എന്നൊക്കെയായിരുന്നു ക്ലാസിക്കൽ തിങ്കേഴ്സ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിന് ആൻസർ കൊടുക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ആ സമയത്ത് വന്ന ആളാണ് ജോൺ മെയ്നാർഡ് കീനസ്. അദ്ദേഹത്തിനെ കുറിച്ച് എന്തായാലും എഴുതിയിരിക്കണം എമർജൻസിലെ. അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹം എഴുതിയ ബുക്ക്, ഇയർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം ആരാണ്? ഇംഗ്ലീഷ് എക്കണോമിസ്റ്റ് ആണ്, ജേർണലിസ്റ്റ് ആണ്, ഫിനാൻഷ്യൽ ആണ്. എക്കണോമിക്സ് തിയറീസിന്റെ ഒരുപാട് കാര്യങ്ങൾ അയാൾ നമുക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഹി എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചിട്ടുള്ള കാരണങ്ങൾ ആ മേജർ ബുക്കായ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് മണി എന്ന് പറഞ്ഞ ബുക്കിൽ 1935 ഉണ്ടാക്കി. അവിടെ ഈ എക്കണോമിക് റിസഷന്റെ റെമഡി അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് ഫുൾ എംപ്ലോയ്മെന്റ് തിയറി അവിടെ വന്നത്. സോ ഈ ഒരു ആവിർഭാവം ചോദിച്ചാൽ നിങ്ങൾ ഈ ഡിപ്രഷൻ വന്നതും എന്തൊക്കെ സംഭവിച്ചു, ആ ഡിപ്രഷൻ വന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചത്? ബാങ്ക് ഫെയിലിയർ ആയി, ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റ് കൊളാപ്സ് ആയി, ഡ്രൗട്ട്, റിഡക്ഷൻ, നമ്പർ ഓഫ് ഫാമിലി, തൗസൻഡ്സ് ഓഫ് മില്യൺസ് ഓഫ് ഫാമിലീസ് ലോസ് ദെയർ സേവിങ്സ് ആൻഡ് ന്യൂമറസ് ബാങ്ക്സ് ആർ കൊളാപ്സ്ഡ്. ഇത് എല്ലാവരെയും എല്ലാവരും യൂറോപ്യൻ കൺട്രികളിലും അതുപോലെ തന്നെ എബ്രോഡ് കൺട്രികളിലും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം കംപ്ലീറ്റ്ലി മാറി എന്ന് പറയാം. അതിൻ്റെ ആൻസർ കൊടുത്ത ഒരു വ്യക്തി ആരാണ്? ജെഎം കീനസ് ആണ്. ജെഎം കീനസ് ഇൻ ഹിസ് ബുക്ക്, ഏതാണ് ബുക്കിന്റെ പേര് പഠിക്കാം, അതിലുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം. ഓക്കെ, എമർജൻസി കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സ്പെക്കുലേറ്റീവ് മോട്ടീവിലെ ലിക്വിഡിറ്റി ട്രാപ്പാണ് പറഞ്ഞത്. അപ്പൊ ലിക്വിഡിറ്റി ട്രാപ്പ് അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്താണെന്ന് നോക്കാം. അതായത് സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് വെച്ചാൽ ദ പീപ്പിൾ വിൽ ഹോൾഡ് മണി ഇൻ ഓർഡർ ടു ഗെറ്റ് എ ഗെയിൻ ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ്. അതായത് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ നിന്ന് നേട്ടം കിട്ടാൻ വേണ്ടി, ഊഹക്കച്ചവടത്തിൽ നിന്ന് നേട്ടം കിട്ടാനായിട്ട് ആൾക്കാർ കയ്യിൽ കാശ് വെക്കുന്നു. അപ്പോൾ അവരുടെ വെൽത്ത് ലൈക്ക് അസറ്റ്, ലാൻഡ്, ബുള്ളിയൻ, ബോൺസ്, സെക്യൂരിറ്റീസ് ഇതൊക്കെ അവർ വാങ്ങിയിട്ട് ഫ്യൂച്ചറിൽ അവർ വിൽക്കും. അപ്പോൾ ദേ പർച്ചേസ് ദ അസറ്റ് വെൻ ദ പ്രൈസസ് ആർ ലോ. വില കുറവുള്ള സമയത്ത് നമ്മൾ വാങ്ങിയിട്ട് വില കൂടുതലുള്ള സമയത്ത് നമ്മൾ വിൽക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടും. ഇതിനെയാണ് നമ്മൾ സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. പക്ഷേ ഈ സ്പെക്കുലേറ്റീവ് മോട്ടീവിൻ്റെ മെയിൻ ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് റേറ്റ് ആണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ്, മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയുടെ മാർക്കറ്റ് റേറ്റ് കൂടും തോറും കുറയും തോറും ഇതിന് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ R max - R, അത് ജസ്റ്റ് നിങ്ങൾ പഠിച്ചാൽ മതി. ഡിവൈഡഡ് ബൈ R - R min ആണ്. ഓരോന്ന് എന്താണെന്ന് എഴുതി വെക്കാം. ദെൻ ദ വാല്യൂ ഓഫ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി റൈസസ് ഫ്രം 0 to infinite. നമുക്ക് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ വാല്യൂ എവിടെ വരെ വരാം? ഇൻഫിനിറ്റ് ആയിട്ട് വരാം. അപ്പോൾ വെൻ ദ സിറ്റുവേഷൻ ദ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇസ് പെർഫെക്റ്റ് ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റ് റേറ്റ് കുറവാകുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻഫിനിറ്റ് ആയിരിക്കും. അതായത് മാക്സിമത്തിൽ എത്തുമ്പോൾ 0 തുടങ്ങി സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി മിനിമത്തിലാവുമ്പോൾ, അതായത് മാർക്കറ്റ് റേറ്റ് മിനിമം ഏറ്റവും കുറവുള്ള സമയത്ത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻഫിനിറ്റ് ആണ്. അതായത് വില കുറവുള്ളപ്പോൾ എല്ലാവരും ഒരുപാട് വാങ്ങും. സോ വില കുറവുള്ള സമയത്ത് എത്രത്തോളം വാങ്ങുന്നതിനൊരു കണക്കില്ല. അപ്പോൾ ഇൻഫിനിറ്റ് ആണ്. ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്നാണ് വിളിക്കുക. ഈ ഇൻഫിനിറ്റിന്റെ സമയത്ത് നമ്മുടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, ഇൻഫിനിറ്റ് ആണ്. ഈ ഒരു ഫിഗറൊക്കെ വരച്ച് വയ്ക്കാം.
ഇതിനെയാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് വിളിക്കുക. അത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻഫിനിറ്റ് ആണ്. എപ്പോഴാണ് ഇൻഫിനിറ്റ് ആവുന്നത്? മിനിമത്തിൽ എത്തുമ്പോൾ, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് മിനിമത്തിൽ എത്തുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, ഇത് നല്ലപോലെ പഠിക്കണം, വരയ്ക്കാൻ അറിയണം. അതേപോലെ നമുക്കുള്ളൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ. മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ എന്ന് വെച്ചാൽ ദ ടോട്ടൽ മണി അവൈലബിൾ ഇൻ ദ ഇക്കോണമി അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം. നമ്മുടെ ഇക്കോണമിയിൽ ഒരു ടൈമിൽ എത്രത്തോളം കാശ് ഉണ്ട് നമ്മൾ മെഷർ ചെയ്തതിനാണ് മണി സപ്ലൈ എന്ന് പറയാം. അത് M1, M2, M3, M4 ആണ്. അത് April 1 നമ്മൾ RBI ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ M1, M2, M3, M4 എന്താണ് ഇക്വേഷൻ ബേസിൽ പഠിക്കാം. M1 എന്ന് പറഞ്ഞാൽ CU+DD, കറൻസിയും പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റും ആണ്. നമ്മുടെ കയ്യിൽ ആൾക്കാരുടെ കയ്യിലുള്ള കറൻസിയും ഡിമാൻഡ് ഡെപ്പോസിറ്റും. M2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ പോസ്റ്റ് ഓഫീസിൽ സേവിംഗ് ഡെപ്പോസിറ്റ് കൂട്ടാം. M3 എന്ന് പറഞ്ഞാൽ ഈ M1ന്റെ കൂടെ നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കൂട്ടാം. M4 എന്ന് പറഞ്ഞാൽ M3യുടെ കൂടെ ടോട്ടൽ ഡെപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസിന്റെ ഒക്കെ കൂട്ടാം. അവിടെ ആദ്യം കൂട്ടാൻ പാടില്ല, നാഷണൽ സേവിങ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. നമ്മുടെ നാഷണൽ സേവിംഗ് ഉണ്ട്, അത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഇതിലെ നേരോ മണി ഏതൊക്കെയാണ്? M1 M2 ആണ് നേരോ മണി, M3 M4 ആണ് ബ്രോഡ് മണി. ചോദിക്കാറുണ്ട് കേട്ടോ. M1 ആണ് മോസ്റ്റ് ലിക്വിഡ് മണി, ലീസ്റ്റ് ലിക്വിഡ് M4 ആണ്. അഗ്രിഗേറ്റ് മണി സപ്ലൈ എന്ന് പറയുന്നത് ഏതാണ്? M3 ആണ്. അത് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. അഗ്രിഗേറ്റ് മണി സപ്ലൈ ഏതാണെന്ന് ചോദിച്ചാൽ അത് M3 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ പ്രൈസ് സീലിംഗ് പ്രൈസ് ഫ്ലോർ തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൈസ് സീലിംഗ് എന്താണ്, പ്രൈസ് ഫ്ലോർ എന്താണെന്ന് അറിയണം. എങ്കിലും നമുക്ക് അതിന് ഡിഫറൻസ് ചോദിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്താണ് പ്രൈസ് സീലിംഗ് എന്ന് വെച്ചാൽ, ഒരു മാർക്കറ്റിലെ പ്രൈസ് വില കൂടുമ്പോൾ ഇറ്റ് വിൽ ഫൈൻഡ് ഡിഫിക്കൽട്ട് ടു പർച്ചേസ് ദ ഗുഡ്സ് ഫോർ കോമൺ മാൻ. സാധാരണക്കാർക്ക് ഗുഡ്സ് വാങ്ങാൻ ബുദ്ധിമുട്ടാണ്. സോ ദ ഗവൺമെന്റ് വിൽ ഇന്റർഫിയർ ഇൻ ദ മാർക്കറ്റ്, ഇടപെടും, ആൻഡ് ഫിക്സ് എ പ്രൈസ് ദാറ്റ് ലോവർ ദാൻ ദ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് കൂടുമ്പോൾ സാധാരണക്കാർക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടായാൽ ഗവൺമെന്റ് വന്ന് ഇടപെട്ടിട്ട് അതിന്റെ വില കുറയ്ക്കുന്നു. അപ്പോൾ വില എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ലെസ് ദാൻ ഇക്വിലിബ്രിയം പ്രൈസ് ആയിരിക്കും. ആ സമയത്ത് നമുക്ക് എക്സസ് ഡിമാൻഡ് സംഭവിക്കും. ഇത് നമ്മൾ കൂടുതലും എസെൻഷ്യൽ ഗുഡ്സ് ലൈക്ക് റൈസ്, കെറോസിൻ, മണ്ണെണ്ണ, അരി, അതിനൊക്കെയാണ് നമ്മളിത് കൂടുതൽ നമ്മൾ പ്രൈസ് സീലിംഗ് നോക്കുക. ഇത് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. ഇതിൻ്റെ ഫിഗർ നോക്കുക കേട്ടോ. ഫിഗർ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് മാർക്കറ്റ് ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് ആകുമ്പോൾ ഗവൺമെൻറ് വാങ്ങാൻ പറ്റില്ല, കോമൺ മാൻ. അപ്പോൾ വില കുറച്ച് ഇവിടേക്ക് എത്തുമ്പോൾ ഡിമാൻഡായി, കണ്ടോ, വില കുറച്ചു. അപ്പോൾ ഇത് കൂടുതലും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് സിറ്റുവേഷനാണ്? ബ്ലാക്ക് മാർക്കറ്റ്, അതായത് നമുക്ക് കരിഞ്ചന്ത എന്ന് പറയും, നമുക്ക് മറിച്ച് വിൽക്കല്. പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. വില കുറയുന്ന സമയത്ത് വെൻ ദ സപ്ലൈ വെരി ലോ ദ പ്രൊഡ്യൂസേഴ്സ് സഫർ മച്ച് ലോസ്. പ്രൊഡ്യൂസേഴ്സിന് ഒരുപാട് നഷ്ടം വരും. അപ്പോഴും ഗവൺമെന്റ് വന്ന് ഇന്റർഫിയർ ഇൻ ദ മാർക്കറ്റ് ആൻഡ് ഫിക്സ് എ പ്രൈസ് ദാറ്റ് മോർ ദാൻ ഇക്വിലിബ്രിയം പ്രൈസ്. ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കൂടുതൽ, എന്നാലാണ് പ്രൊഡ്യൂസേഴ്സിന് ലാഭം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എക്സസ് സപ്ലൈ സംഭവിക്കും. ഇവിടെ കൂടുതലും കോക്കനട്ട്, പാഡി, അഗ്രികൾച്ചർ പ്രൊഡക്റ്റിനാണ് നോക്കുക. ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സിനാണ്. ഈ ഒരു ഫിഗർ അവിടെ വരച്ച് വെച്ചിരിക്കുക. അതായത് ആദ്യം നമ്മൾ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന ഈ ഒരു പ്രൈസ് അവർക്ക് പറ്റിയില്ല, അവർക്കത് നഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് വന്ന് വില കൂട്ടിയിട്ട് സപ്ലൈ കൂടി. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചത് എങ്കിൽ ഇങ്ങനെ വേണം നിങ്ങൾ എഴുതാൻ. ഇവിടെ അപ്പർ ലിമിറ്റ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെന്റ് ആണ്. ഇവിടെ പ്രൈസ് ഫ്ലോറിൽ ലോവർ ലിമിറ്റ് ആണ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്നത്. ഇവിടെ പ്രൈസ് വിൽ ബി ലെസ് ദാൻ ഇക്വിലിബ്രിയം പ്രൈസ്, ഇവിടെ മോർ ദാൻ ഇക്വിലിബ്രിയം പ്രൈസ് ആയിരിക്കും. പിന്നീട് എന്താണ്, ഇവിടെ എക്സസ് ഡിമാൻഡ് ആണ് സംഭവിക്കുക, ഇവിടെ എക്സസ് സപ്ലൈ സംഭവിക്കുക. നെസസിറ്റി ഐറ്റംസ് ലൈക്ക് വീറ്റ്, റൈസ്, അതിനൊക്കെയാണ് ഗവൺമെന്റ് അത് ഇമ്പോസ് ചെയ്യുക. ഇവിടെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിനാണ്. ഇവിടെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഇവിടെ ഗവൺമെന്റ് പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നല്ലപോലെ ഡിഫറൻസ് പഠിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിയിട്ടുണ്ട്. സെൻട്രൽ പ്രോബ്ലംസ്, ലിക്വിഡിറ്റി ടാപ്പ്. ഇതിൽ ഡിറ്റർമിനൻസ് ഓഫ് ഫേം സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് പറയണുള്ളൂ, നമ്മളത് നോട്ട് ഇപ്പോൾ തന്നിട്ടില്ല നിങ്ങൾക്ക്. അതായത് ഫേമിൻ്റെ സപ്ലൈയുടെ 3 ഡിറ്റർമിനൻസ് ആണ് വരിക. അതായത് ഒന്ന് ഓൺ പ്രൈസ്, അതിൻ്റെ വില. രണ്ടാമത്തത് യൂണിറ്റ് ടാക്സ്, ഓരോ യൂണിറ്റിനും എത്രത്തോളം ടാക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻപുട്ടിൻ്റെ പ്രൈസ്, അതായത് നമുക്ക് സപ്ലൈ കൂടണമെങ്കിൽ ഇൻപുട്ടിൻ്റെ പ്രൈസ്. ഈ 3 ഘടകങ്ങളാണ് ഒരു ഫേമിൻ്റെ സപ്ലൈനെ ബാധിക്കുന്നത് കേട്ടോ. അത് നിങ്ങളുടെ നോട്ടിലൊന്ന് ജസ്റ്റ് നോക്കാം. 1-2 സെന്റൻസോളം ഓരോന്നും ജസ്റ്റ് അറിഞ്ഞാൽ മതി. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ്, 11 ക്വസ്റ്റ്യൻസ് ഉണ്ട് ലാസ്റ്റത്തെ. 10-11 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഷുവറായിട്ട് പഠിക്കാം.
ഇതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് ഒരു 6 ക്വസ്റ്റ്യൻ 7 ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, എത്ര സിമ്പിൾ പേപ്പർ ആണെങ്കിലും എത്ര ടഫ് പേപ്പർ ആണെങ്കിലും. പിന്നെ ഇതിൽ മിസ് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് പറഞ്ഞിരുന്നു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന്. ഇതിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബാക്കി 3 മാർക്ക് 5 മാർക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക കേട്ടോ. ഓക്കെ എവ്രി വൺ. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.